ഗുഡ് മോർണിംഗ്. ഇപ്പോൾ രാവിലെ നമ്മൾ ഷോപ്പിലോട്ട് പോവാണ്. ഇന്നത്തെ വിശേഷങ്ങളെല്ലാം ഷോപ്പിൽ ചെന്നിട്ട് പറഞ്ഞുതരാം. അങ്ങനെ രാവിലെ നമ്മൾ ഷോപ്പിലെത്തി പിന്നെ കുറച്ച് പഞ്ചസാര നിറച്ച് വയ്ക്കാനാണ്. നമ്മൾ 1 കിലോയോ 1/2 കിലോയോ 2 കിലോ ഒക്കെ ആയിട്ട് നേരത്തെ നിറച്ച് വയ്ക്കും. അങ്ങനെ ഇന്ന് പഞ്ചസാര നിറച്ച് വയ്ക്കാനാണ്. ഓരോ ദിവസം ഓരോ പരിപാടികൾ. അല്ലെങ്കിൽ അരി നിറയ്ക്കുക, പഞ്ചസാര നിറയ്ക്കുക, പച്ചക്കറി അടുക്കി വയ്ക്കുക, എന്തെങ്കിലുമൊക്കെ പരിപാടികൾ കാണും. പിന്നെ ഉണക്കമീനൊക്കെ ഒന്ന് ഇതുകൊണ്ട് വെയിലത്ത് വയ്ക്കണം. ഉണക്കമീൻ്റെ ഉപ്പെല്ലാം വീണ് വെള്ളമായിരുന്നു. അതൊക്കെ പേപ്പറുകളെല്ലാം മാറ്റി ഒന്ന് വെയിലത്ത് വയ്ക്കണമായിരുന്നു. അങ്ങനെ കുറച്ച് പരിപാടികൾ ഇന്നുണ്ടായിരുന്നു. അത്യാവശ്യം ഒരു ദിവസം നമുക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു തീർക്കാനുള്ള പരിപാടികൾ ഒരുപാട് പരിപാടികളുണ്ട്. ഒരു മിനിറ്റ് പോലും ഇരിക്കാൻ സമയമില്ലാതെ ചെയ്യാനുള്ള പരിപാടികൾ നമുക്ക് കടയിൽ തന്നെ ഉണ്ട്. അങ്ങനെ രാവിലെ തൊട്ട് പഞ്ചസാര കുറേ നിറച്ച് വെച്ചു. അങ്ങനെ അത് വളരെ ഭയങ്കര എളുപ്പമാണ്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ തിരക്കിനിടയിൽ നമുക്ക് ഈ സാധനം നിറച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാടാണ്. അതുകൊണ്ട് നമ്മൾ നേരത്തെ നിറച്ച് വെക്കുകയാണെങ്കിൽ പടപടാന്ന് എടുത്തു വിട്ടാൽ മതി. അങ്ങനെ അത് നിറച്ച് അതിനിടയ്ക്ക് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്, അവർക്ക് സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു കുഴപ്പമില്ലാത്തൊരു ദിവസം തന്നെയായിരുന്നു ഇന്നലെ എന്ന് പറയാം. അത്യാവശ്യം നല്ല ഒരുപാട് തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കുറേ സമയമൊക്കെ നമുക്ക് നമ്മുടെ പരിപാടി ചെയ്യാനുള്ള സമയം കിട്ടി. ആൾക്കാർ കുറവായിരുന്നു. പിന്നെ നിങ്ങൾ തന്നെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നത്. അപ്പോൾ ഒപ്പം നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ തട്ടയിലായിരുന്നു അത്യാവശ്യം എല്ലാ മീനുകൾ തന്നെ ഉണ്ടായിരുന്നു. നല്ല അയല ഉണ്ടായിരുന്നു. അയല കുറേ ഓർഡറുകളുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അയല ഉണ്ടായിരുന്നു, ചെമ്മീൻ ഉണ്ടായിരുന്നു, ഞണ്ടുണ്ടായിരുന്നു. കുറേയൊക്കെ ഓർഡർ ഉണ്ടായിരുന്നു. ഓർഡർ ഉണ്ടായതുകൊണ്ട് തന്നെ കുറേയൊക്കെ രാവിലെ തന്നെ നമ്മുടെ മീനുകളെല്ലാം തന്നെ ഒതുങ്ങിയായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒത്തിരി മീനുകൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ നമുക്ക് ഓർഡറുകളും കാര്യങ്ങളൊക്കെ ഒതുങ്ങി. നല്ല അടിപൊളി കേര ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് അടിപൊളി വെള്ളത്തള വന്നിട്ടുണ്ടായിരുന്നു. അയലയൊക്കെ ആയാലും നമുക്ക് ഓർഡറുകളുണ്ടാകാൻ നമ്മുടെ നാട്ടിൽ അയല കുറവ് കിടക്കുന്നത്. പിന്നെ നല്ല അടിപൊളി വറ്റ ഉണ്ടായിരുന്നു. വറ്റ നല്ല ടേസ്റ്റുള്ള മീനാണ്. കറി വയ്ക്കാനായാലും വറക്കാനായാലും. ഒപ്പം നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക.